ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി എപ്പിസോഡ് വിശേഷം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത് അനാമികയും വേണുവും രേവതിയും കൂടിയാണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ ദേവയാനി. അത് മനസ്സിലാക്കി കഴിയുമ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ അനാമിക ഇങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ എന്ന്. അങ്ങനെ അനാമികയ്ക്ക് പിന്നെ 8 പണികളാണ് കേട്ടോ ദേവയാനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പണി കൊടുക്കുന്ന വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ തന്നെ അനാമികയും ജാനകിയും ജലജയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അവർ പറയുന്നുണ്ട്, ആ നയനയുടെ അഹംഭാവം കണ്ടില്ലേ, അവളാണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോഴും ചീഫ് ഡിസൈനറായിട്ട് നിയമിച്ചപ്പോഴും ഒക്കെ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതായി. പിന്നെയാണെങ്കിൽ ഏടത്തിയാണ് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ പണിയൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് ജലജ. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, ശരിയാ, അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഇപ്പോൾ അടുക്കളയുടെ ഭാഗത്തോട്ട് പോലും അവൾ തിരിഞ്ഞു നോക്കില്ല. ഭക്ഷണം കഴിക്കാറാകുമ്പോൾ വന്നിരിക്കും, കഴിക്കും, എണീറ്റ് പോവും. എങ്ങനെ നടന്നവളാ ഗോവിന്ദൻ്റെ മകള്? ഇപ്പോൾ കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, നേരാ, ഇതിനൊക്കെ ഒരു അറുതി വരണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ദേവയാനി കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ നയന അങ്ങോട്ട് വരികയാണ്. അപ്പോൾ നയനയോട് പറയുന്നുണ്ട് അനാമിക, ആഹാ, കെട്ടിലമ്മ വന്നല്ലോ, ഇനിയിപ്പോൾ ഓഫീസിലേക്ക് കെട്ടിയൊരുങ്ങി ഇറങ്ങാൻ പോവുമായിരിക്കും അല്ലേ? കൊള്ള ഏതായാലും. ഒരു പണിയും ചെയ്യാൻ വേണ്ട, ഒന്നും വേണ്ട. വല്യമ്മയാണെങ്കിൽ ഇപ്പം അടുത്ത് തലയിലും വച്ചിരിക്കുക എന്നിങ്ങനെ പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ ഒരു പണിയും ചെയ്യാതിരിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. അമ്മ എന്നോട് അടുക്കളയിൽ കയറണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുക്കളയിൽ കയറാത്തത്. അമ്മ സമ്മതിച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറാൻ തയ്യാറാണ് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയാണ്, പിന്നെ നിന്നെ അടുക്കളയിൽ കയറ്റാത്തത് എന്താണെന്നറിയാവോ? ഏടത്തേക്ക് ജീവനിൽ കൊതിയുണ്ട്, അതുകൊണ്ടാണ്. നീ എന്തെങ്കിലുമൊക്കെ പാലി വിഷം ചേർത്ത പോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവൻ പോവില്ലേ? അത് ഓർത്തിട്ട് പേടിച്ചിട്ടാ ഏടത്തി എന്ന് പറയാണ്. അപ്പം നയന പറയാ, ദേ അപ്പച്ചി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. പാലിൽ വിഷം ചേർത്തത് ഞാനല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. പിന്നെയും അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരരുത്. അപ്പം ജലജ പറയാണ്, പിന്നെ ആരാ? ഞങ്ങളാണോ വിഷം ചേർത്തത്? നീ കാച്ചി വെച്ച പാലിൽ ഞങ്ങളാണോടി വിഷം ചേർത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ അങ്ങോട്ട് വരികയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. ദേവയാനി ചോദിക്കുന്നുണ്ട്, രാവിലെ എന്താ ഇവിടെ ഒരു ബഹളം? നയനയായിട്ട് വഴക്ക് തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അനാമിക പറയാൻ, അല്ല, ഇവളുടെ അഹങ്കാരം കണ്ട് പറഞ്ഞതാ വല്യമ്മേ. ഇപ്പോൾ ഇവൾക്ക് അടുക്കളയുടെ പരിസരത്ത് പോലും വരികയും വേണ്ട, ഓഫീസിലോട്ടൊന്നും പറഞ്ഞ് കെട്ടി ഒരുങ്ങി പോവുകയും ചെയ്യാം. അതിൻ്റെ അഹങ്കാരം ആ മുഖത്ത് കാണാനുണ്ടെന്ന് പറയായിരുന്നു. ഞങ്ങളത് പറഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചിയും വല്യമ്മയൊക്കെ കടിച്ചു തിന്നാൻ വരും അവളുടെ ദേഷ്യവും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ രാജകുമാരിയാണെന്ന് തോന്നും എന്നിങ്ങനെ അനാമിക പറയുമ്പോൾ ദേവയാനി ചോദിക്കുക, എന്താ നയനെ രാവിലെ തന്നെ വഴക്ക് വെക്കാനോ ഒക്കെ? അപ്പം നയന പറയാണ്, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അടുക്കളയിൽ കയറി ജോലി ചെയ്യാമെന്ന്. അമ്മ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ അടുക്കളയിൽ കയറാത്തത്. അതുകൊണ്ട് ഇവരെല്ലാവരും എന്നെ ചോദ്യം ചെയ്യായിരുന്നു. ഞാൻ മനഃപൂർവ്വം മടിയായതുകൊണ്ടാണ് കയറാത്തതെന്നും എനിക്ക് ഓഫീസിൽ പോയി ചീഫ് ഡിസൈനറായിട്ട് ജോലി ചെയ്യാനുള്ള യോഗ്യതയൊന്നുമില്ല, ഞാൻ ഗോവിന്ദൻ്റെ മകളാണെന്നും അതുകൊണ്ട് ഞാൻ അടുക്കളയിലെ ജോലികൾ മാത്രം ചെയ്താൽ മതിയെന്നാണ് ഇവർ പറയുന്നത്. അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓഫീസിലേക്ക് പോയതും അതുപോലെ തന്നെ അടുക്കളയിൽ കയറാത്തതും. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്കും ഇപ്പോൾ ഇതൊരു മടുപ്പായി. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ് വെറുതെ ഇന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ രാവിലെ എണീറ്റ് ജോലികളൊക്കെ ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും ചെയ്തിട്ട് ഓഫീസിൽ പോകുന്നതിന് ഒരു മടിയില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, ഞാനല്ലേ നയനെ നിന്നോട് പറഞ്ഞത് അടുക്കളയിൽ കയറണ്ടെന്നും ജോലി ചെയ്യേണ്ടെന്നും? അതനുസരിക്കാൻ നിനക്കെന്താ ബുദ്ധിമുട്ട്? അതുപോലെ തന്നെ ഞാനല്ലേ നിന്നോട് ഓഫീസിൽ ചീഫ് ഡിസൈനറായിട്ട് പോയിക്കോളാൻ പറഞ്ഞത്? അതും അനുസരിക്കാൻ നിനക്കെന്താ ബുദ്ധിമുട്ട്? നിൻ്റെ അമ്മായിയമ്മയല്ലേ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നിനക്ക് അനുസരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, അതല്ലമ്മേ, ഇവരെല്ലാവരും എന്നെ ഇങ്ങനെ എന്നും കുറ്റപ്പെടുത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അവർ കുറ്റപ്പെടുത്തുന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. ഞാനാണ് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നിങ്ങനെ പറയാണ്. അപ്പം നയന അങ്ങ് കയറി പോവാണ് കേട്ടോ. അതേസമയം ദേവയാനി മനസ്സിലോർക്കാണ്, അനാമികയ്ക്കിട്ട് ഒരു പണി കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. അവൾ കുറച്ച് കൂടുന്നുണ്ട്, എല്ലാ കള്ളത്തരങ്ങളും ഒപ്പിച്ച് വെച്ചേച്ച് ഇവിടെ നല്ല പിള്ള ചമയുന്നു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി എന്നിട്ട് ഫോൺ എടുത്തിട്ട് വെളിയിൽ വന്ന് നല്ല ഉറക്കെ തന്നെ സംസാരിക്കുകയാണ് അനാമിക കേൾക്കാൻ വേണ്ടിയിട്ട്. ഓഫീസിലോട്ടാണ് വിളിച്ച് ആദർശിനോട് സംസാരിക്കുകയാണ്. ആദർശേ, അടുത്ത ദിവസം മുതൽ ഞാൻ ഇവിടുന്ന് ഒരു മരുമകളെ അങ്ങോട്ട് വിടുന്നുണ്ട്.
അവിടുത്തെ 2 കമ്പനികളുടെ ചുമതല അവളെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്ന ഒന്നുമില്ല, പക്ഷേ ദേവയാനി സ്വയം നിന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അത് ആരാണെന്നുള്ള കാര്യം ഞാൻ നാളെ നിന്നോട് പറയാം, നാളെ അങ്ങോട്ട് വിടും. എന്തായാലും ആ കുട്ടി ഇവിടെ ഇരുന്ന് ആകെപ്പാടെ ബുദ്ധിമുട്ടാണ്, നല്ല ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് 2 കമ്പനികളുടെ ചുമതല ഏൽപ്പിച്ച അതും അവൾ ചെയ്യും. അതുകൊണ്ട് കമ്പനികളുടെ MD ആയിട്ട് അവളെ ഞാൻ നിയമിക്കുകയാണ്. നാളെ മുതൽ ഓഫീസിലേക്ക് വരാൻ തുടങ്ങും, അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തോണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുകയാണ് കേട്ടോ അനാമിക. അപ്പോൾ അനാമിക അങ്ങോട്ട് ചെന്നിട്ട് ദേവയാനിയോട് ചോദിക്കുക, ആരാ വല്യമ്മേ, ആരെയോ 2 കമ്പനികൾ ഏൽപ്പിക്കുന്നത്? ഒരു മരുമകളെന്ന് പറഞ്ഞു, അത് ആരാണെന്ന് വല്യമ്മ പറ. നയനയാണെങ്കിൽ ഇപ്പോൾ കമ്പനിയിലെ ചീഫ് ഡിസൈനറായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെ നവ്യ ഗർഭിണിയുമാണ്, പിന്നെ എന്നെ എങ്ങാനും ആണോ എന്ന് ചോദിക്കുമ്പം ദേവയാനി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ അനാമിക അങ്ങ് ഉറപ്പിക്കുകയാണ് 2 കമ്പനികളുടെ ചുമതല അനാമികയാണ് ഏൽപ്പിക്കുന്നതെന്ന്. അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഉടനെ വന്ന് രേവതിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട്, നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകാൻ പോവാണ്. നയന ഇപ്പം ഭയങ്കര ഞെളിഞ്ഞങ്ങ് പോകുന്നില്ലേ ചീഫ് ഡിസൈനറായിട്ട്, ഞാൻ അതുക്കും മേലെയാണ് പോകാൻ പോകുന്നതെന്ന് പറയാണ്. അപ്പോൾ രേവതി ചോദിക്കുക, മോളെ നീ ഇത്ര പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ വല്യമ്മ പറയുന്നത് കേട്ടു, ഫോണിൽ കൂടെ ഓഫീസിലേക്ക് വിളിച്ച് ഒരു മരുമകളെ അങ്ങോട്ട് 2 കമ്പനികളുടെ ചുമതല ഏൽപ്പിക്കുകയാണെന്നും 2 കമ്പനികളുടെ MD നാളെ മുതൽ അവളായിരിക്കുമെന്നും നല്ല ഉത്തരവാദിത്തമുള്ള കുട്ടിയാണെന്നും ഒക്കെ. അത് ഞാനല്ലാതെ പിന്നെ ആരാണ്? നയന ഇപ്പോൾ തന്നെ ചീഫ് ഡിസൈനറായിട്ട് പോകുന്നുണ്ട്, നവ്യയാണെങ്കിൽ ഗർഭിണിയും, പിന്നെ എന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ പിന്നെ നാളെ ഞാൻ ഓഫീസിൽ പോകുന്നത് കാണാൻ നിങ്ങൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ട്രീറ്റൊക്കെ തരാം. അത് കഴിഞ്ഞ് നാളെ ഞാൻ ഓഫീസിൽ പോകുമ്പം അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വേണുവും രേവതിയും കേൾക്കേണ്ട മാത്രമേ പറയാണ്, നമുക്കിപ്പോൾ തന്നെ അനന്തപുരിയിലേക്ക് പോകാം. എന്തായാലും നമ്മുടെ മകള് മിടുക്കി തന്നെയാണ് കേട്ടോ. 2 കമ്പനിയുടെ ചുമതല അങ്ങ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാക്സിമം മുക്കാൻ പറ്റും, അത് അവളങ്ങ് സാധിക്കും. ഇനി അങ്ങനെ മുഴുവൻ കമ്പനികളുടെയും ചുമതലയും അനന്തപുരി തറവാടും എല്ലാം നമ്മുടെ മോക്ക് സ്വന്തമാകും. അതൊക്കെ കാണാൻ നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് രേവതിയും വേണുവും നേരെ അനന്തപുരിയിലേക്ക് വെച്ച് വിടുകയാണ്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും രേവതിയും വേണു അവിടെ എത്തുകയാണ്. അപ്പോഴാണെങ്കിൽ നയന ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുമുണ്ട് കേട്ടോ. നയന ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴാണ് രേവതി വരുന്നത്. വന്ന പാടെ രേവതി നയനയോട് ആജ്ഞാപിക്കുകയാണ്, എടി നയനെ, നീ ഓഫീസിൽ നിന്ന് വന്നതല്ലേ, ഈ ചുമ്മാ ഇരിക്കുകയല്ലേ, ഏതായാലും എനിക്ക് നല്ല ചൂടായിരുന്നു പുറത്ത്, നല്ല വെയിലുള്ള കാരണം ദാഹിച്ചിട്ട് വയ്യ, അതുകൊണ്ട് കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് എടുത്തുകൊണ്ട് വാ എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ, ഞാനും നല്ല ക്ഷീണിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓഹോ, നീ അവിടെ ഓഫീസിൽ പോയി മലമറിക്കുമൊന്നും അല്ലല്ലോ, ഇപ്പോൾ എനിക്ക് ശാലം പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് തരാൻ നിനക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, അതൊക്കെ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അകത്ത് പോയി പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കാണാതെ വരുമ്പോഴേക്കും ജലജ പറയാണ്, ഇവളെന്തെടുക്കാണ് അടുക്കളയിൽ, കുറേ നേരമായല്ലോ പോയിട്ട്, അനാമിക മോളുടെ അമ്മയ്ക്ക് ഒരു ജ്യൂസ് എടുക്കാൻ ഇവക്കെന്താ ഇത്ര താമസം, ഇനി അവൾ എന്തെങ്കിലും പൊടിയോ വല്ലതും ചേർക്കുകയാണോ എന്ന് ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജലജ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പം ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നയന. അപ്പോൾ അവിടെ ചെന്നിട്ട് ജലജ ബഹളം വയ്ക്കുന്നുണ്ട്. ജലജ ചോദിക്കുക, ഇതുവരെ നീ ഒരു ജ്യൂസ് എടുത്തില്ലേ, അവർക്ക് ദാഹിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയാണ് ജ്യൂസിന് പറഞ്ഞത്, നീ ഇപ്പോൾ 1 മണിക്കൂറായല്ലോ ഇങ്ങോട്ട് വന്നിട്ട്, ഇതുവരെ ജ്യൂസ് ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയാണ്, അതേ ചുമ്മാതൊന്നും ജ്യൂസ് ആവില്ല, ഈ പൈനാപ്പിൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് അത് മിക്സിയിലിട്ട് അടിച്ച് പാലോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് ഗ്ലാസ്സിലാക്കി എടുത്താലേ ഉള്ളൂ ജ്യൂസ് ആവുള്ളൂ, അതിന് സമയമെടുക്കും, നിങ്ങൾ പറയുന്ന പോലെ സ്വിച്ചിട്ട് അവിടെ ജ്യൂസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജലജ പറയണം, ഓഹോ അങ്ങനെയാണ് നീ ജ്യൂസ് എടുക്കുന്നല്ലേ, ഇനിയിപ്പോൾ ജ്യൂസിൽ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ സംശയം ഉണ്ടെങ്കിലേ ദേ ജ്യൂസ് അപ്പച്ചി തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ജലജ ജ്യൂസൊക്കെ ആയിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് അനാമിക, അവളോടല്ലേ ജ്യൂസ് എടുക്കാൻ പറഞ്ഞിട്ട്, എന്നിട്ട് എന്താ അപ്പച്ചി ജ്യൂസുമായിട്ട് വരുന്നത്? അപ്പോൾ ജലജ പറയാണ്, അഹങ്കാരം അല്ലാതെന്താ, അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഇട്ടിട്ട് പോയി, പിന്നെ ഞാനാണ് ജ്യൂസൊക്കെ എടുത്തിട്ട് വന്നത്, അനാമികയുടെ അമ്മ വിഷമിച്ച് വന്നതല്ലേ, അച്ഛനും അമ്മയും ഈ ജ്യൂസ് കുടിച്ച് സന്തോഷമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് ജലജ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയാണ്, കൊള്ളാലോ അവൾക്ക് ഇത്ര അഹങ്കാരമായ പറ്റില്ല, അവൾക്കൊരു പണി കൊടുത്തേ പറ്റുള്ളൂ, ഇങ്ങോട്ട് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അത് കഴിയുമ്പോഴേക്കും നയന അങ്ങോട്ട് വരികയാണ് കേട്ടോ. നയന വരുമ്പോഴേക്കും ഉടനെ അനാമിക പറയാണ്, എടി നീ എന്താ ജ്യൂസ് എടുക്കാൻ പറഞ്ഞിട്ട് ജ്യൂസ് എടുക്കാതിരുന്നത്, എൻ്റെ അമ്മ ചോദിച്ചിട്ട് നിനക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കൊടുക്കാമല്ലേ. അപ്പോൾ നയന പറയാണ്, എടി നിനക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, നിനക്ക് വേണമെങ്കിൽ പോയി ജ്യൂസ് എടുക്കാമായിരുന്നു,
ഞാനവിടെ ജ്യൂസ് എടുത്ത് വെച്ചിരുന്നു. ജ്യൂസ് എടുത്ത് വെച്ചപ്പം അപ്പച്ചിക്ക് ഒരു സംശയം, ഞാൻ അതിൽ എന്തെങ്കിലും പൊടി ചേർക്കുമെന്ന്. ഞാൻ പറഞ്ഞു ചേർക്കുന്നില്ല, നിങ്ങൾ തന്നെ എടുത്ത് കൊടുത്തോളാൻ പറഞ്ഞു. അത് കുറ്റമൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പം അനാമിക പറയാണ്, ആ അങ്ങനെ കുറ്റമൊന്നും അല്ല. എന്നാൽ നീ ഒരു കാര്യം കേട്ടോ, ഇന്ന് വൈകുന്നേരം ഇവിടെ ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പം നൈന പറയുന്നുണ്ട്, ചോറും കറികളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയും കൂടി ഉണ്ടാക്കണോ? അതെ, എൻ്റെ അമ്മയും അച്ഛനും വന്ന ദിവസമല്ലേ, എനിക്കും ചിക്കൻ ബിരിയാണി കഴിക്കണം, അതുകൊണ്ട് ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട്, ഓഫീസിലെ കുറച്ച് ഡിസൈൻ ചെയ്യാനൊക്കെ ഉണ്ട്, ഇപ്പം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നീ അടുക്കളയിൽ കയറ്, ഞാനും കൂടി സഹായിക്കാൻ കുറച്ച് കഴിയുമ്പം വരാം. അപ്പോൾ അനാമിക പറയാണ്, അതൊന്നും പറ്റില്ല, അതെന്താ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പം ഇത്ര ബുദ്ധിമുട്ട്? വല്യമ്മ അടുക്കളയിൽ കയറുന്നതുകൊണ്ടായിരിക്കല്ലേ, വല്യമ്മ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നീ ചെയ്യണം, നീ വേണം ഇന്ന് ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നയന പറയാണ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് തന്നെയല്ല അമ്മ എന്നോട് അടുക്കളയിൽ കയറണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുമ്പം ഉടനെ തന്നെ ജാനകി പറയാണ്, ഓഹോ നിനക്ക് ഇപ്പം അനാമിക മോള് പറഞ്ഞാൽ ഒന്നും അനുസരിക്കാൻ മേലല്ലേ, നീ അറിഞ്ഞോ നാളെ മുതൽ അനാമിക മോള് കമ്പനിയിലെ 2 കമ്പനികളുടെ MD ആയിട്ട് പോകുന്നുണ്ട്, നിന്നെക്കാളും മേളിലടി അവിടെ ഉത്തരവാദിത്തം, നീ അവിടുത്തെ വെറും ഒരു ചീഫ് ഡിസൈനർ, MD ആണ് നമ്മുടെ അനാമിക മോള്, അതുകൊണ്ട് നീ പോയി അവർക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ പോയി ചിക്കൻ ബിരിയാണി തന്നെ ഇന്ന് ഉണ്ടാക്കണം, അഹങ്കാരമൊക്കെ അങ്ങ് കുറച്ച് വെക്കുന്ന നയനയെന്ന് പറയാണ്. അങ്ങനെ നയന മനസ്സോടെ അടുക്കളയിൽ കയറി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ദേവയാനി അങ്ങോട്ട് വരികയാണ് കേട്ടോ. ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ നയനെ, നിന്നോട് അടുക്കളയിൽ കയറേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ നിന്നോട് ഓഫീസിലെ കാര്യങ്ങൾ നോക്കാനല്ലേ പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പോയിരുന്ന് ചെയ്യാമല്ലോ, ഇപ്പോൾ എന്തിനാ അടുക്കളയിൽ കയറിയത്, ഞാൻ അത്താഴത്തിന് വേണ്ടിയിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നയന പറയാണ്, അത്താഴത്തിന് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് അനാമിക പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓഹോ, അനാമിക പറയുന്ന പോലെ തന്നെ ചെയ്യാനാണോ നീ ഇരിക്കുന്നത്, ഞാൻ പറയുന്ന അനുസരിക്കാൻ മേലല്ലേ, നീ പോയി നിൻ്റെ ജോലി ചെയ്യ്, അവർക്ക് ചിക്കൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയാണ് ദേവയാനി. അങ്ങനെ ദേവയാനി അടുക്കളയിൽ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിക്കകത്താണെങ്കിൽ ദേവയാനി നന്നായിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നല്ല വായി വയ്ക്കാൻ മേലാത്ത ടേസ്റ്റിലാക്കി നല്ല എരിവും പോച്ചിലും ഒക്കെ ആക്കി വെക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയാണ്, അനാമികയും രേവതിയും വേണു പഠിച്ച കള്ളന്മാരാണ് 3 പേർക്ക് ചിക്കൻ ബിരിയാണി മാത്രമേ ഇറങ്ങത്തുള്ളൂ, എന്നാൽ പിന്നെ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അവരങ്ങ് കഴിക്കട്ടെ എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ദേവയാനി ഈ ചിക്കൻ ബിരിയാണി എടുത്തുകൊണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനാമികയ്ക്കും രേവതിക്കും ഒക്കെ വിളമ്പി കൊടുക്കുകയാണ്. ആഹാ, അപ്പോൾ രേവതി പറയാണ്, ആഹാ ചിക്കൻ ബിരിയാണി വന്നല്ലോ, ഹോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഏതായാലും നയന ഉണ്ടാക്കി എന്ന് പറയാണ്. എന്നിട്ട് വേണു അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് വേണു പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും അവൾ ശകലം വിഷമൊക്കെ പാലിലൊക്കെ ചേർക്കുമെങ്കിലും അവളുടെ ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയാണ് കേട്ടോ, ഞാൻ ഇതിനു മുമ്പ് അവളുണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്, ഏതായാലും ഈ ചിക്കൻ ബിരിയാണി നല്ല അടിപൊളിയായിരിക്കും എന്ന് പറയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അതെ നിങ്ങൾ കഴിച്ചോ, 3 പേരും കഴിക്കുക എന്ന് പറയാണ്. അങ്ങനെ അനാമികയ്ക്ക് ചിക്കൻ ബിരിയാണി വിളമ്പി കൊടുക്കുകയാണ്. വേണുവും രേവതിയും ഒപ്പം കഴിക്കുന്നുമുണ്ട് കേട്ടോ. ആ സമയം അനാമികയും രേവതിയും വേണുവും ഒക്കെ വായിലോട്ട് ചിക്കൻ ബിരിയാണി അങ്ങ് വയ്ക്കുമ്പോഴേക്കും എരിഞ്ഞിട്ട് തീരെ വയ്യ. അനാമിക, അയ്യോ അമ്മേ എനിക്ക് പുകയുവാണല്ലോ, ഇത് എന്തുമാത്രം മുളകാണ് ഇവൾ ചേർത്തിരിക്കുന്നതെന്ന് പറയാണ്. അപ്പം രേവതിയും പറയാം, ശരിയാ മോളെ, ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥയാണ് എന്ന് പറയാണ്. അപ്പോൾ വേണു എണീറ്റ് അങ്ങ് ഓടുവാണ് വെള്ളം കുടിക്കാനായിട്ട്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഇത് അവൾ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്, നമ്മൾ പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഉള്ള മുളക് പൊടി മുഴുവൻ ചേർത്താ, വല്യമ്മ കണ്ടില്ലേ, ഇതിലൊരു 50 സ്പൂൺ മുളക് പൊടിയെങ്കിലും അവൾ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും എരിവ് വരില്ല, അവൾ മനഃപൂർവ്വം ഞങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പണി തന്നതാ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയാണ്, ഓ അങ്ങനൊന്നും അല്ലായിരിക്കുന്നേ, അവൾക്ക് എന്തെങ്കിലും കയ്യബദ്ധം പറ്റി പോയതായിരിക്കും, അനാമിക മോള് കഴിക്ക്, എൻ്റെ പൊന്നോ എനിക്കിതൊന്നും വേണ്ട, ഇത് 1 സ്പൂൺ പോലും കഴിക്കാൻ മേല, ചോറോ കറികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നാൽ മതി എന്ന് അനാമിക പറയാണ് കേട്ടോ. ഇവളോട് ഞാനിന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, വെറുതെ അവരുടെ റൂമിലേക്ക് ഇനി പോകണ്ട, ആദർശ മോന് വയ്യാത്തതൊക്കെയല്ലേ, അവർ റൂം അടച്ച് കിടന്ന് കാണും, ഇനിയിപ്പോൾ ചോദിക്കാനൊന്നും പോകണ്ട, ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്, രേവതി അനാമികയൊക്കെ അതെടുത്ത് കഴിച്ചിട്ട് കിടന്നോ എന്ന് പറഞ്ഞിട്ട് ദേവയാനി പോവാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ദേവയാനി ഇറങ്ങി വരുമ്പോഴേക്കും നയനയോട് പറയുന്നുണ്ട്,
നയനെ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീ കമ്പനിയിലെ ചീഫ് ഡിസൈനറായിട്ട് ഇപ്പോൾ പോകുന്നുണ്ടല്ലോ, പക്ഷേ നിനക്ക് ഞാനൊരു പ്രൊമോഷൻ തരികയാണ്. 2 കമ്പനികളുടെ ചുമതല നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഇന്ന് മുതൽ എന്ന് പറയുകയാണ്. അപ്പം നയന പറയാണ്, അതെന്താമേ ഇനിയിപ്പോൾ അതുകൂടി, ഇപ്പോൾ തന്നെ നല്ല ഭാരിച്ച ജോലിയുണ്ട്, അതിൻ്റെ കൂടെ 2 കമ്പനികളുടെ ചുമതല എന്തിനാ എന്നെ ഏൽപ്പിക്കുന്നത്? അനിയും ആദർശേട്ടനും ഒക്കെ അത് നോക്കുന്നുണ്ട്. ആദർശിൻ്റെ ജോലിഭാരം കുറച്ച് കുറയട്ടെ. നിനക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്, ഏത് കാര്യങ്ങൾ ചെയ്യാനും നിനക്ക് നല്ല കഴിവുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് 2 കമ്പനികളുടെ ഉത്തരവാദിത്തം നീ ഏൽക്കണമെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, തൽക്കാലം അത് വേണ്ടമേ, അങ്ങനെ നീ പറഞ്ഞാൽ പറ്റില്ല. ഇവിടെയുള്ള ചിലർക്കൊരു പണി കൊടുക്കണമെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ അങ്ങ് കേട്ടാൽ മതി എന്ന് പറയാണ് ദേവയാനി. എന്നിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ നയനയുമായിട്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ അനാമികയാണെങ്കിൽ ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി പുതിയ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് രേവതിയും വേണും എല്ലാം ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അനാമിക ഓഫീസിൽ പോകുന്നത് കാണാനായിട്ട്. ഇറങ്ങി വന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് അനാമിക, വല്യമ്മ റെഡിയായോ? ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുക, എന്തിനാ നീ ഓഫീസിൽ പോകുന്നത്? നയനയല്ലേ ഓഫീസിൽ പോകുന്നത്? ഏതായാലും എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നയനയെ 2 കമ്പനികളുടെ ചുമതല കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ്, ചീഫ് ഡിസൈനർ പദവിക്ക് പുറമെ എന്ന് പറയുമ്പോഴേക്കും അനാമികയും രേവതിയും വേണുവൊക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അനാമിക ചോദിക്കുക, എന്താ വല്യമ്മയെ പറയുന്നത്? അതെ, അവൾ നല്ല ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ 2 കമ്പനികളുടെ ചുമതല കൂടി അവൾ ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചാണ്. നന്നായിട്ട് ജോലി ചെയ്യാനുള്ള അവൾ ജോലി ചെയ്യട്ടെ, നമ്മുടെ കമ്പനിക്ക് ലാഭം ഉണ്ടാകട്ടെ, അത് നമ്മുടെ കുടുംബത്തിനൊരു അസറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പുകഴ്ത്തി പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ ജാനകി പറയുക, എടത്തി എന്താ പറയുന്നത്? അപ്പോൾ അനാമിക മോളെ അല്ലേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഓഫീസിലേക്ക് MD ആക്കാൻ? ഇവിടെ MD ആക്കാൻ കൊണ്ടുപോകുന്നോ? ഞാൻ എപ്പോഴാണ് അനാമിക നിന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ദേവയാനി. അപ്പോൾ അനാമിക പറയാണ്, വല്യമ്മയല്ലേ ഫോണിൽ കൂടെ പറയുന്നത് കേട്ട്, അപ്പോൾ പിന്നെ നയനയും നവിയും അല്ലെങ്കിൽ പിന്നെ ഞാനായിരിക്കില്ലേ? അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കാനൊക്കെ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും നിന്നോട് പറഞ്ഞോ നിന്നെ കമ്പനിയുടെ MD ആക്കാമെന്ന്? അതിനുള്ള കഴിവും ബോധമൊന്നും അനാമിയെ നിനക്കില്ല. നിൻ്റെ കാര്യങ്ങളിലൊക്കെ നീ കുറച്ചുകൂടി പക്വത കാണിക്കുക, കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കുക. അപ്പോൾ പിന്നെ കമ്പനികളുടെ ചുമതലയൊക്കെ നിന്നെ ഏൽപ്പിക്കാം. അല്ലാതെ അബിയെപ്പോലെ തന്നെയുള്ള നിന്നെ എങ്ങനെയാണ് കമ്പനികളുടെ ചുമതല ഏൽപ്പിക്കുന്നത്? ഇതിനൊക്കെ പറ്റിയ ആൾ നയന മോള് തന്നെയാണ്, അതുകൊണ്ടാണ് നയനെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത് എന്ന് പറയാണ്. അത് കേൾക്കേണ്ട താമസം രേവതിയും വേണുവും പറയാണ്, വാ, ഇത് കാണാനാണോ നമ്മളിവിടെ നിന്നത്? നമ്മുടെ മോൾ ഓഫീസിലേക്ക് MD ആയിട്ട് പോകുന്നത് കാണാൻ നിന്നിട്ട് ഇപ്പം അവളെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന കാണണം. ഇപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം എന്നും പറഞ്ഞ് വേണുവും രേവതിയും അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അനാമികയാണെങ്കിൽ കളിച്ചു തുള്ളി അങ്ങനെ നിൽക്കുകയും ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്